പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവിലേറ്റം പ്രിയമുള്ള സഹോദരന്മാർ, ഈ ദിവസത്തിൻ്റെ വാഗ്ദത്ത വചനമെന്ന് പറയുന്നത് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 54-ാം അധ്യായം 17-ാം വാക്യം. വലിയൊരു വാഗ്ദാനം ഈശോ നമുക്ക് തരിക. അതായത് കർത്താവ് പറയാണ്, നിന്നെ ഉപദ്രവിക്കുവാൻ ഉണ്ടാക്കിയ ഒരായുധവും ഫലപ്രദമാവുകയില്ല. വീണ്ടും പറയുന്നു, നിനക്കെതിരെ വിധി പ്രസ്താവിക്കുന്ന എല്ലാ നാവുകളും നീ ഖണ്ഡിക്കും. പ്രിയമുള്ളവർ, എത്ര മനോഹരമാണ്! ആർക്കും നമ്മെ ഉപദ്രവിക്കാൻ സാധിക്കില്ല. നമുക്കെതിരെ വിധി പറയാൻ പോകുന്ന അല്ലെങ്കിൽ കുറ്റം വിധിക്കുന്ന എല്ലാ അവസ്ഥകളും നമുക്കത് മറികടക്കാൻ സാധിക്കും. എന്നിട്ട് കർത്താവ് എന്താ പറയുന്നറിയാമോ? കർത്താവിൻ്റെ ദാസരുടെ പൈതൃകമാണ് എൻ്റെ നീതി നടത്തലുമാണിത്. അതായത് പൈതൃകം, ഈ രണ്ട് കാര്യം എനിക്ക് അവകാശപ്പെട്ടെന്ന് കർത്താവ് പറയുക. ഇതെൻ്റെ പൈതൃകമാണ്. അതുപോലെ തന്നെ കർത്താവ് ചെയ്തു തരുവാൻ ബാധ്യസ്ഥനാണ്. ബാധ്യസ്ഥൻ പറയുന്നില്ല എങ്കിലും കർത്താവ് ചെയ്തു തരും. മറക്കരുത് പ്രിയമുള്ളവരെ, ഏറ്റവും മനോഹരമായ വാഗ്ദാനമാണ്. അതായത് ആർക്കും ഉപദ്രവിക്കാൻ സാധിക്കില്ല. നാവ് കൊണ്ടോ അല്ലെങ്കിൽ അന്യായം വിധി കൊണ്ടോ എന്നെ തകർക്കാൻ സാധിക്കില്ല. ഈ രണ്ട് തരത്തിൽ തമ്പുരാൻ പ്രവർത്തിക്കും. എന്നിട്ട് തമ്പുരാൻ പറയാണ്, ഈ തമ്പുരാൻ്റെ അവകാശമാണ് എന്നെ അനുഗ്രഹിക്കാൻ. അതുപോലെ എനിക്ക് അനുഗ്രഹം കിട്ടാൻ എൻ്റെ അവകാശമാണ്, പൈതൃകമാണെന്നാണ് പറയുന്നത്. എങ്കിൽ പ്രിയമുള്ളവരെ, ഈ വചനത്തെ യോഗ്യതയാൽ ദൈവം അനുഗ്രഹിക്കാൻ പോകുന്നുവെങ്കിൽ, അനുഗ്രഹം എൻ്റെ അവകാശമാണെങ്കിൽ ഈ വാഗ്ദത്ത പേടകത്തിലേക്ക് സമർപ്പിക്കുക. നീ സമർപ്പിച്ച ഓരോ നിയോഗങ്ങളും തീർച്ചയായിട്ടും നിനക്ക് ലഭിക്കുവാനും തമ്പുരാന് തരുവാനും സാധിക്കും. ഇത് നിങ്ങൾ സമർപ്പിച്ച നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളും അൾത്താറിലേക്ക് അച്ഛൻ സമർപ്പിക്കുന്നു. അൾത്താറിൽ സമർപ്പിച്ച നിയോഗം തീർച്ചയായിട്ടും കർത്താവ് നിനക്ക് തരും കേട്ടോ. ഈ ദിവസം അനുഗ്രഹത്തെ ദിവസമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവായ ഈശോ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.